Today we are going to study packages in Java. Package is a container for related classes. റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു കണ്ടെയ്നർ, ഒരു ബോക്സ്, ഒരു കണ്ടെയ്നറാണ് ഒരു പാക്കേജ്. We use a package for related classes in order to avoid namespace collision and to give more security to the classes. രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ പാക്കേജസ് ഉപയോഗിക്കുന്നത്. ഒന്ന്, it will avoid namespace collision. That means without creating a package, we can give only a unique name to a class. ഒരു ക്ലാസ്സിന് ഒരു യുണീക്ക് നെയിമേ നമുക്ക് നിലവിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു പേര് മറ്റൊരു ക്ലാസ്സിന് അതേ പേര് കൊടുത്താൽ അവിടെ കമ്പൈലർ പ്രശ്നം ഉണ്ടാകും. അപ്പം നിലവിൽ ഒരു ക്ലാസ്സിന് ഒരു പേര് കൊടുത്താൽ ആ ക്ലാസ് നെയിം വേറെ ഒരു ക്ലാസ്സിനും കൊടുക്കാൻ പാടില്ല. ബിക്കോസ് ഓൾ ക്ലാസ്സസ് ആർ കണ്ടെയ്ൻഡ് ഇൻ എ പാക്കേജ് കോൾഡ് കറണ്ട് പാക്കേജ് ഓർ ഡിഫോൾട്ട് പാക്കേജ്. നിലവിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു വെക്കുന്ന ജാവ പ്രോഗ്രാമുകൾ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് നെയിംസ് ഒരു ക്ലാസ്സിന് ഒരു പേര് കൊടുത്താൽ അതേ പേര് വേറെ ഒരു ക്ലാസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പൈലർ പ്രശ്നം ഉണ്ടാക്കും. കാരണം അവിടെ നെയിം സ്പേസ് കൊളീഷൻ നടക്കും. ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾക്ക് ഒരേ പേര് കൊടുക്കുമ്പോൾ അവിടെ ആ ക്ലാസ് നെയിം തമ്മിലുള്ളൊരു കൊളീഷൻ നടക്കും. കാരണം ഈ എല്ലാ ക്ലാസ്സുകളും സേവ് ചെയ്ത് വെക്കപ്പെടുന്നത് ഒരു ഡിഫോൾട്ട് പാക്കേജിലാണ്, അല്ലെങ്കിൽ കറണ്ട് പാക്കേജ് എന്ന് പറയുന്നത്. ദാറ്റ് പാക്കേജ് ഹാസ് നോ നെയിം, പേരില്ല ആ പാക്കേജിന്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും ഒരു പാക്കേജിൻ്റെ അകത്താണ് സേവ് ചെയ്യപ്പെടുന്നത്. അത് നിങ്ങൾ അറിയുന്നില്ല, അതിന് പേരുമില്ല. വി ക്യാൻ കോൾ ദാറ്റ് പാക്കേജ് ആസ് എ കറണ്ട് പാക്കേജ് ഓർ ഡിഫോൾട്ട് പാക്കേജ്. കറണ്ട് പാക്കേജ് എന്നോ ഡിഫോൾട്ട് പാക്കേജ് എന്നോ നമുക്ക് ആ പാക്കേജിനെ വിളിക്കാം. അപ്പം ഒരു പെട്ടിക്കകത്താണ് ഓൾറെഡി സേവ് ചെയ്യുന്നത് ഒരു പാക്കേജിൻ്റെ അകത്ത്. ഇൻ എ സിംഗിൾ പാക്കേജ് we can give only one name for one class. We cannot give the same name to any other class. നമുക്ക് ഒരു ക്ലാസ്സിന് ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ഒരു ക്ലാസ്സിനും നമുക്ക് ആ ഒരു സെയിം പേര് നമുക്ക് കൊടുക്കാനായിട്ട് പാടില്ല. കൊടുത്താൽ അവിടെ നെയിം സ്പേസ് കൊളീഷൻ, രണ്ട് പേരുകൾ തമ്മിലുള്ള കൊളീഷൻ നടക്കും. അതാണ് നെയിം സ്പേസ് കൊളീഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടേതായ വേറൊരു പാക്കേജ് നമ്മൾ ഉണ്ടാക്കിയാൽ, യൂസർ ഡിഫൈൻഡ് പാക്കേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു ബോക്സാണ്. ആ പാക്കേജിൻ്റെ അകത്ത് നമ്മൾ ഒരു പേര് ഒരു ക്ലാസ്സിന് കൊടുത്താൽ, ഫോർ എക്സാമ്പിൾ വി കോൾ എ ക്ലാസ് ആസ് എ, അത് നമ്മളൊരു പാക്കേജിൻ്റെ അകത്താക്കി വെക്കുന്നു. നമുക്ക് വീണ്ടും വേറൊരു ക്ലാസ്സിന് പേര് കൊടുക്കാം എ എന്ന് പറഞ്ഞു. പക്ഷേ ആ ക്ലാസ് മറ്റൊരു പാക്കേജിൻ്റെ അകത്ത് നമ്മൾ ആക്കി വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പാക്കേജിൻ്റെ അകത്ത് ഒരു ക്ലാസ്സിന് ഒരു പേരേ പാടുള്ളൂ. യുണീക്ക് നെയിംസ് ആയിരിക്കണം എല്ലാ ക്ലാസ്സിനും ഒരു പാക്കേജിൽ, വിത്തിൻ എ സിംഗിൾ പാക്കേജ്. ബട്ട് വി ക്യാൻ ഹാവ് കോമൺ നെയിംസ് ഫോർ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഇൻ ഡിഫറെൻറ്റ് പാക്കേജസ്. ഡിഫറെൻറ്റ് പാക്കേജസിൻ്റെ അകത്ത് വരുമ്പോൾ ഒരേ പേര് കോമൺ നെയിം പല ക്ലാസ്സുകൾക്ക് നമുക്കാകാം, അതിന് പ്രശ്നമില്ല. അപ്പം പാക്കേജിൻ്റെ ഒരു ഉപയോഗം ടു അവോയ്ഡ് നെയിം സ്പേസ് കൊളീഷൻ, ക്ലാസ് നെയിമുകളുടെ കൊളീഷൻ അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തെ, ഇറ്റ് ഗീവ്സ് മോർ സെക്യൂരിറ്റി ടു ക്ലാസ്സസ്. നമ്മൾ കണ്ടെയ്നറിൻ്റെ അകത്ത് വെക്കുമ്പം സെക്യൂരിറ്റി കൂടും. നമ്മൾ ഏത് സാധനങ്ങളും വെറുതെ തുറന്നു വെക്കുന്നതിലും സെക്യൂർ, അത് അടച്ച് പെട്ടിക്കകത്ത് ഭദ്രമാക്കി വെക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സുകൾ നമ്മൾ ക്ലാസ്സിൻ്റെ കണ്ടെയ്നർ വെച്ച് കഴിഞ്ഞാൽ അത് വെളിയിൽ നിന്നുള്ളവർക്ക് ആക്സസ് ചെയ്യുമ്പം അതിൻ്റെതായ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് നമ്മൾ കാണും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സോ we use a package to avoid namespace collision and to give more security to the classes. ക്ലാസ്സസിന് സെക്യൂരിറ്റി കൊടുക്കാനും നെയിം സ്പേസുകളെ കൊളീഷൻ അവോയ്ഡ് ചെയ്യാനുമാണ് നമ്മൾ പാക്കേജസ് നമ്മൾ ചെയ്യുന്നത്. In order to define a package or in order to create a package, the first statement should be
പാക്കേജ് ഡിക്ലറേഷൻ. നമ്മളൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും ഡിഫൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പാക്കേജ് ഡിക്ലറേഷൻ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, പാക്കേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണ്ടെയ്നർ ഫോർ റിലേറ്റഡ് ക്ലാസ്സുകളാണ്. ഇപ്പോൾ നമ്മളൊരു ബോക്സിൻ്റെ അകത്ത് എന്തെങ്കിലും സാധനങ്ങൾ വെക്കുമ്പോഴും റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാറുള്ളൂ. സോപ്പുകളെല്ലാം ഒരു പെട്ടിക്കകത്ത് അടുക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് സോപ്പുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെക്കാറുള്ളൂ. അതിൻ്റെ കൂടെ വേറെ ഭക്ഷണ സാധനങ്ങൾ ആരും കയറ്റി വെക്കില്ല. എന്ന് പറയുന്ന പോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ വെക്കുക. നമ്മൾ സാധാരണ പാക്കേജ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ ചെറിയ പ്രോഗ്രാംസ് ചെയ്യുമ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അത്ര നമുക്ക് അറിയത്തില്ല. അതേസമയത്ത് നമ്മളൊരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പം നമ്മുടേതായ ആപ്ലിക്കേഷൻ എല്ലാ ക്ലാസ്സുകളും നമ്മളൊരു പാക്കേജിൻ്റെ അകത്താക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ പാക്കേജിൻ്റെ അകത്ത് നമ്മുടെ ക്ലാസ്സുകളും എല്ലാം സേഫാണ്. അപ്പം വാരി വിതറി ചെയ്യാതെ എല്ലാം അടുക്കും ചിറ്റോടുകൂടി ചെയ്യുന്നു. അപ്പം അതിൻ്റേതായ സെക്യൂരിറ്റിയും അതിന് കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മൾ പാക്കേജിൻ്റെക്ക് ആക്കുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് പാക്കേജ് ഡിക്ലെയർ ചെയ്തിരിക്കണം. ഒരു പാക്കേജ് ഡിക്ലറേഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ ഒരു ക്ലാസ് ഡിഫൈൻ അവിടെ നമുക്ക് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പാക്കേജ് ഡിക്ലറേഷൻ. അതിന് അതിൻ്റെ ജനറൽ ഫോർമാറ്റ് പാക്കേജ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കും. പാക്കേജ് സ്പേസ് പാക്കേജ് നെയിം, അത് യൂസർ ഡിഫൈൻഡ് നെയിമാണ്. ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. അപ്പം പാക്കേജ് നെയിം. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ മൈ പാക്കേജ് എന്ന പേര് ഞാൻ കൊടുക്കുകയാണെങ്കിൽ പാക്കേജ് സ്പേസ് മൈ പാക്കേജ്. അപ്പം ഇങ്ങനെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പാക്കേജ് ഡിക്ലറേഷൻ. അതിന് ശേഷമാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യാവുള്ളൂ. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ക്ലാസ് എ ആണ്. ഈ ക്ലാസ് എ ഇവിടെ പാക്കേജിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു മെത്തേഡ് മാത്രമേ ഉള്ളൂ, വേറെ മെമ്പേഴ്സൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഈ ക്ലാസ് എ എന്ന് പറയുന്ന ക്ലാസ്സുകൾ, ഈ ക്ലാസ് ഒരു പാക്കേജ് പി എന്ന് പറയുന്ന പാക്കേജിൻ്റെ അകത്ത് ഞാൻ ആക്കാൻ പോകുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പാക്കേജ് ഡിക്ലറേഷൻ. ഇവിടെ നോക്കിക്കേ, പാക്കേജ് പി സെമിക്കോളൻ എൻഡ് ചെയ്യണം. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും അവസാനം സെമിക്കോളൻ വെച്ച് നമ്മൾ ടെർമിനേറ്റ് ചെയ്യണം. CPP-യിലെ അത് നിയമം തന്നെയാണ് ഇവിടെയും. ഇനി അതിൻ്റെ ആ പാക്കേജ് ഡിക്ലറേഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ ക്ലാസ് എഴുതുന്നത്. ക്ലാസ്സിന് മുമ്പ് പബ്ലിക് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ റീസൺ ഞാൻ ഇത് കഴിയുമ്പോൾ പറയും. ഇപ്പോൾ നമ്മൾ ക്ലാസ് എഴുതുന്നു. ക്ലാസ്സിൻ്റെ അകത്ത് മെമ്പേഴ്സ്, ഞാനിപ്പോൾ നിലവിലൊരു മെത്തേഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യാനും കൊടുത്തു. അപ്പോൾ ഇവിടെ പാക്കേജ് ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം പാക്കേജ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ദിസ് ഡിക്ലറേഷൻ ടെൽസ് ദാറ്റ് ദ ഫോളോയിങ് ക്ലാസ് വിൽ കണ്ടെയ്ൻ ഇൻ ദിസ് പാക്കേജ്. ഇവിടെ പി എന്ന് പറയുന്ന പാക്കേജിൻ്റെ അകത്തായിരിക്കും ഈ ക്ലാസ് കണ്ടെയ്ൻ ചെയ്യാൻ പോകുന്നത്. അതാണ് പാക്കേജ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ കീവേഡിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഏത് പാക്കേജിലാണോ ഏത് ക്ലാസ്സാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ക്ലാസ്സിൻ്റെ മുമ്പിൽ അതേത് പാക്കേജിലാണോ നമ്മൾ ഇടാൻ പോകുന്നത് ആ പാക്കേജ് ഡിക്ലെയർ ചെയ്യണം, പാക്കേജ് ബി. എന്നിട്ട് നമ്മൾ ക്ലാസ് എഴുതി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എഴുതുന്ന ക്ലാസ് എവിടെയായിരിക്കും, ഈ പറയുന്ന പാക്കേജിൻ്റെ അകത്തായിരിക്കും നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. പാക്കേജിൻ്റെ അകത്ത് റിലേറ്റഡ് ക്ലാസ്സുകൾ മാത്രമേ സേവ് ചെയ്യാവുള്ളൂ. നിലവിൽ വേറെ ഒരു ഫയലും കയറി സേവ് ചെയ്യില്ല. ക്ലാസ്സുകൾ മാത്രം, ടെംപ്ലേറ്റ് ക്ലാസ്സുകൾ മാത്രമാണ് ക്ലാസ്സുകളൊന്നും ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ മെയിൻ മെത്തേഡ് വരുന്ന ക്ലാസ് അല്ല. അവിടെ മെയിൻ മെത്തേഡ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ഓബ്ജക്റ്റ് ക്രിയേഷൻ വേണ്ടിയിട്ടാണ് മെയിൻ മെത്തേഡ് എഴുതുന്നത്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളവിടെ വേറെ ക്ലാസ് എഴുതുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോഴും ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടെംപ്ലേറ്റ് ക്ലാസ്സുകളാണ്. ഓബ്ജക്റ്റ് ക്രിയേഷന് മുമ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ക്ലാസ്സുകളെയാണ്, ഡിഫൈൻ ചെയ്യുന്ന ക്ലാസ്സുകളെയാണ് നമ്മളിവിടെ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ പാക്കേജിലാക്കാവുള്ളൂ. അല്ല മെയിൻ മെത്തേഡുള്ള ക്ലാസ്സൊന്നും നമ്മളാക്കില്ല. അപ്പോൾ ഇവിടെ ആ ഒരു ടെംപ്ലേറ്റ് ക്ലാസ് മാത്രം ഞാനിവിടെ എഴുതുന്നു, പാക്കേജ് ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ഈ ക്ലാസ് സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചുമ്മാ കയറി സേവ് ആസ് എടുത്ത് സേവ് ചെയ്യില്ല. ഒന്ന്, ദിസ് ക്ലാസ് ഷുഡ് സേവ് ഇൻസൈഡ് എ ഡയറക്ടറി കോൾഡ് പി. ഈ ഒരു ക്ലാസ് സേവ് ചെയ്യേണ്ടത് പാക്കേജ് നെയിം തന്നെയായ പി, ആ
പാക്കേജ് നെയിം എന്താണോ ആ പാക്കേജ് നെയിമിൻ്റെ അതേ പേരുള്ള ഒരു ഡയറക്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടേതായ ഒരു ഫോൾഡർ ഉണ്ട്, നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നത്, നിങ്ങളുടെ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നിന്നാണ് നമ്മൾ ആ പ്രോംപ്റ്റിൽ നിന്നാണ് നമ്മൾ കമ്പൈൽ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും എല്ലാം പ്രോംപ്റ്റിൽ നിന്നിട്ടാണ്. അപ്പം കമ്പൈൽ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും എല്ലാം ആ പ്രോംപ്റ്റിൽ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ പ്രോംപ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റേണ്ട കാര്യമില്ല. നിങ്ങൾ ഡയറക്ടറി ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. കമ്പൈൽ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും എല്ലാം സെയിം പ്രോംപ്റ്റിൽ തന്നെ ആയിരിക്കണം. പക്ഷേ ആ പ്രോംപ്റ്റിലുള്ള അതേ രീതിയിലുള്ള ഡയറക്ടറിയിലായിരിക്കും നിങ്ങൾ നിലവിൽ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെയാണ് വീണ്ടും ഈ പാക്കേജ് എന്ന് പറയുന്ന അതേ പേരിലുള്ള ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യേണ്ട. അതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കണം. അല്ല വേറെ ഡ്രൈവിലോ വേറെ സ്ഥലത്തോ കൊണ്ടാൽ നിങ്ങൾ വേറെ തോന്നുന്ന പോലെ പാക്കേജിൻ്റെ പേരിലുള്ള ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് അവിടെ സേവ് ചെയ്ത് വെക്കല്ല. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്രോംപ്റ്റിൻ്റെ അല്ലെങ്കിൽ അതേ ആ ഫോൾഡറിൻ്റെ അകത്ത് നിലവിൽ എവിടെയാണ് സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഫോൾഡറിൻ്റെ അകത്താണ് നമ്മുടെ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. പാക്കേജിൻ്റെ പേരുള്ള ഡയറക്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഡയറക്ടറിക്കകത്ത് നമ്മൾ ഈ ക്ലാസ് മാത്രം സേവ് ചെയ്യുന്നു. ഈ ഒരു ക്ലാസ് മാത്രം സേവ് ചെയ്യുന്നു. ഫയൽ നെയിം ഷുഡ് ബി ക്ലാസ് നെയിം ഡോട്ട് ജാവ, a.java. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പാക്കേജിൻ്റെ അകത്തേക്ക് നമ്മൾ ക്ലാസ് ചെയ്യുമ്പോൾ ആദ്യമേ പാക്കേജ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വേണം. പാക്കേജ് സ്പേസ് ഒരു പേര് കൊടുക്കുന്നു, പാക്കേജ് നെയിം, എന്നിട്ട് നമ്മൾ ക്ലാസ് എഴുതുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ആ പാക്കേജിൻ്റെ അകത്തായിരിക്കും ആ ക്ലാസ് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. സേവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പാക്കേജ് നെയിമിൻ്റെ അതേ പേരുള്ള ഒരു ഡയറക്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് ശേഷം ആ ഡയറക്ടറിക്കകത്ത് വേണം നമ്മളിത് സേവ് ചെയ്യാനായിട്ട്. മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാക്കേജ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അകത്ത് നമ്മൾ ക്ലാസ്സും ക്രിയേറ്റ് ചെയ്തു. അപ്പം നമ്മളൊരു ഇതുപോലെ തന്നെ സബ് പാക്കേജസും വേണമെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സബ് പാക്കേജസ്. അപ്പം അവിടെ സബ് പാക്കേജ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരു ക്ലാസ്, ഒരു പാക്കേജ്, അതിൻ്റെ അകത്ത് വേണമെങ്കിൽ മറ്റൊരു പാക്കേജ്, അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് പാക്കേജ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, പാക്കേജ് സ്പേസ്. ഇപ്പോൾ ഇവിടെ മുമ്പേ ഞാൻ പി എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ഉണ്ടാക്കി. ഇനി അതിൻ്റെ അകത്ത് വേണമെങ്കിൽ P1 ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേനും പറയും പാക്കേജ് P.P1, പാക്കേജ് P.P1. അതേ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്നിട്ട് ആണ് അതിൻ്റെ അകത്ത് നമ്മൾ ഏത് ക്ലാസ്സാണോ നമ്മൾ സബ് പാക്കേജസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളവിടെ അത് ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ നോക്കിക്കേ, പാക്കേജ് P.P1. അതിൻ്റെ അർത്ഥം താഴെ കാണുന്ന ക്ലാസ് ഇനി സേവ് ചെയ്യാൻ പോകുന്നത് P എന്ന് പറയുന്ന മെയിൻ പാക്കേജിൻ്റെ അകത്തെ P1 എന്ന് പറയുന്ന സബ് പാക്കേജിൻ്റെ അകത്താണ് ഇത് സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ P എന്ന് പറയുന്ന മെയിൻ പാക്കേജിൻ്റെ അകത്ത് സബ് പാക്കേജ്. എന്നിട്ട് നമുക്ക് ക്ലാസ് നമ്മൾ എഴുതുന്നു. സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, P എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് നമ്മൾ P എന്ന് പറയുന്ന ആദ്യമേ ഡയറക്ടറി നമ്മൾ നേരെ ഉണ്ടാക്കും. ആ ഡയറക്ടറിക്കകത്ത് വേണം വേറൊരു ഡയറക്ടറി ഉണ്ടാക്കാൻ. എന്നിട്ട് വേണം ഈ ക്ലാസ് A1 നമ്മൾ അതിൻ്റെ അകത്ത് സേവ് ചെയ്യാൻ. ഇപ്പം നേരത്തെ നമ്മൾ ചെയ്തപ്പം ഒരു പാക്കേജ് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അകത്ത് P എന്ന് പറഞ്ഞ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് ക്ലാസ് സേവ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സബ് പാക്കേജിൻ്റെ അകത്താണ് നമ്മൾ ക്ലാസ് സേവ് ചെയ്യണമെങ്കിൽ പാക്കേജ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ ഓർഡർ വേണം. P.P1 എന്ന് പറഞ്ഞാൽ P is a മെയിൻ പാക്കേജ്, P1 is a സബ് പാക്കേജ്. അപ്പം നമ്മൾ P എന്ന് പറയുന്ന ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ അകത്ത് P1 എന്ന് പറയുന്ന വേറെ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. ഈ പാക്കേജ് ഡിക്ലറേഷൻ്റെ അകത്ത് സബ് പാക്കേജസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഈ ക്ലാസ് സേവ് ചെയ്യേണ്ടത് ആ ഓർഡറിലുള്ള ഡയറക്ടറിയിലായിരിക്കണം. Now this class should be saved inside P1 ഡയറക്ടറി. Pക്കകത്തുള്ള P1 ഡയറക്ടറിക്കകത്ത് വേണം ഈ ഒരു ക്ലാസ് മാത്രം സേവ് ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് സബ് പാക്കേജസിനെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം, സബ് പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം, പാക്കേജ് സ്റ്റേറ്റ്മെൻറ്റ് നെയിം, എന്നിട്ട് ക്ലാസ് എഴുതുന്നു. ആ ക്ലാസ് പാക്കേജിൻ്റെ പേരിലുള്ള ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് സേവ് ചെയ്യുന്നു. സബ് പാക്കേജ് ആണെങ്കിൽ അതുപോലെ തന്നെ പാക്കേജ് സ്റ്റേറ്റ്മെൻറ്റ്
ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് എത്ര എണ്ണം വേണേൽ നമുക്ക് ചെയ്യാം. P1 ഡോട്ട് P2 ഡോട്ട് P3. ശ്രദ്ധിക്കേണ്ട കാര്യം, പാക്കേജ് അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എഴുതുന്ന ക്ലാസ്, ഒരു ക്ലാസ്സേ ഒരു സമയത്ത് എഴുതാറുള്ളൂ, ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ എഴുതി പിടിപ്പിക്കരുത്. ഒറ്റ ക്ലാസ് മാത്രം എഴുതണം. എന്നിട്ട് വീണ്ടും സെയിം പാക്കേജിൻ്റെ അകത്ത് വേണമെങ്കിൽ വേറെ ക്ലാസ്സോ എത്ര ക്ലാസ് നമുക്കാകാം. പക്ഷെ അതെല്ലാം സേവ് ചെയ്യുന്നത് സെപ്പറേറ്റ് എഴുതി വേണം സേവ് ചെയ്യാൻ, ഒന്നിച്ചല്ല. ക്ലാസ് ബി വീണ്ടും എനിക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും പാക്കേജ് ഡിക്ലെയർ ചെയ്യുന്നു, ക്ലാസ് ബി എഴുതുന്നു, അതിൻ്റെ അകത്ത് സേവ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ക്ലാസ് സി വീണ്ടും സെയിം പാക്കേജിൽ എനിക്ക് സേവ് ചെയ്യണമെങ്കിൽ പാക്കേജ് ഡിക്ലെയർ ചെയ്യുന്നു, അതിൻ്റെ അകത്ത് വീണ്ടും ക്ലാസ് പാക്കേജ് ബി, അതിൻ്റെ അകത്ത് ആദ്യമേ ക്ലാസ് എ ചെയ്തു സേവ് ചെയ്തു, വീണ്ടും പാക്കേജ് പി ക്ലാസ് ബി ചെയ്യുന്നു സേവ് ചെയ്യുന്നു, വീണ്ടും സി അതിൻ്റെ അകത്ത് വേണമെങ്കിൽ പാക്കേജ് ബി ഡിക്ലെയർ ചെയ്യുന്നു, ക്ലാസ് സി എഴുതുന്നു, വീണ്ടും അതിൻ്റെ അകത്ത് സേവ് ചെയ്യുന്നു. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ സബ് പാക്കേജ് ഡിക്ലെയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡോട്ട് ഇട്ട് നമുക്ക് എത്ര സബ് പാക്കേജസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് കഴിഞ്ഞ് നമ്മൾ എഴുതുന്ന ക്ലാസ് സേവ് ചെയ്യപ്പെടേണ്ടത് ആ സബ് പാക്കേജസിൻ്റെ ഓർഡറിൽ തന്നെയുള്ള ഡയറക്ടറി അതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വേണം നമ്മൾ സേവ് ചെയ്യാൻ. ഇപ്പോൾ പാക്കേജ് P1 ഡോട്ട് P2 ഡോട്ട് P3 എന്ന് പറഞ്ഞാൽ PKG1 ഡയറക്ടറി വേണം, അതിൻ്റെ കഴിഞ്ഞിട്ട് PKG2 ഡയറക്ടറി വേണം, അതിനുശേഷം PKG3 ഡയറക്ടറി വേണം, അതിൻ്റെ അകത്ത് വേണം അത് കഴിഞ്ഞുള്ള ക്ലാസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്യാനായിട്ട്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മളിപ്പം പാക്കേജ് ക്രിയേറ്റ് ചെയ്ത് ക്ലാസ് വെച്ചു, ഇനി നമുക്കിത് ഉപയോഗിക്കണം ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ് എല്ലാം നമ്മൾ ഇതുപോലെ എത്ര ക്ലാസ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇൻ ജാവ all pre-defined classes are contained in different packages. ജാവയിലും എല്ലാ പ്രീ-ഡിഫൈൻഡ് ക്ലാസ്സുകളും 10,000 കണക്കിന് ക്ലാസ്സുകളുണ്ട്, പ്രീ-ഡിഫൈൻഡ് ആണ്, ബിൽറ്റ് ഇൻ ക്ലാസ്സസ്. അതെല്ലാം അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ കണ്ടെയ്നേഴ്സിലാണ്, ഓരോ പാക്കേജസിലാണ്, ചെറിയ സബ് പാക്കേജസ്. ആ സബ് പാക്കേജസ് എല്ലാം ഒരു വലിയ മെയിൻ പാക്കേജിൻ്റെ അകത്ത് വീണ്ടും ആക്കി വെച്ചു. അപ്പോൾ മെയിൻ പാക്കേജ് ഇൻ ജാവ is called Java. ജാവ ലാംഗ്വേജിൻ്റെ മെയിൻ പാക്കേജ് എന്ന് പറയുന്നത് ജാവ എന്നാണ് പേര്. ആ ജാവ എന്ന് പറഞ്ഞ മെയിൻ പാക്കേജിൻ്റെ അകത്താണ് ബാക്കിയുള്ള എല്ലാ സബ് പാക്കേജസും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജാവയൊക്കെ പിന്നീട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആ സബ് പാക്കേജസിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വി ക്യാൻ ഓൾസോ ക്രിയേറ്റ് സബ് പാക്കേജസ് ഇൻ ജാവ. അതിലേക്ക് നമ്മൾ വരുന്നു. ഇനി വി ക്യാൻ ഇമ്പോർട്ട് എനി ക്ലാസ് ഫ്രം എ പാക്കേജ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ഓബ്ജക്ട്സ് ഓഫ് ദാറ്റ് ക്ലാസ്. ഏതെങ്കിലും ഒരു പാക്കേജിൻ്റെ അകത്തുള്ള ഏത് ക്ലാസ്സിനെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഓബ്ജക്റ്റ് ക്രിയേഷനോ എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് അതാത് ക്ലാസ്സുകളെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ആ ക്ലാസ്സുകൾ ജസ്റ്റ് എവിടെയാണോ നമുക്ക് ആവശ്യം വരുന്നത് അങ്ങോട്ട് നമ്മൾ അത് ആക്സസ് ചെയ്താൽ മതി. ഇൻ ഓർഡർ ടു ആക്സസ് എ ക്ലാസ് ഫ്രം എ പാക്കേജ് വി യൂസ് എ കീവേഡ് കോൾ ഇമ്പോർട്ട്. ഒരു പാക്കേജിൻ്റെ അകത്തുള്ള ഒരു ക്ലാസ്സിനെ നമുക്ക് എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീവേഡാണ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഇമ്പോർട്ട് എ ക്ലാസ് ഫ്രം എ പാക്കേജ് ഇൻറ്റു ദ കറണ്ട് പാക്കേജ്. ഇപ്പം നമ്മൾ ക്ലാസ്സുകളെല്ലാം ഓരോ പെട്ടിക്കകത്ത് കണ്ടെയ്നേഴ്സിൽ പാക്കേജസിൽ നമ്മൾ ഇങ്ങനെ ആക്കി വെക്കുന്നു. ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് പാക്കേജ്. ഓബ്ജക്റ്റ് ക്രിയേഷൻ എല്ലാം നടക്കുന്നത് നമ്മുടേതായ കറണ്ട് പാക്കേജ് ഡിഫോൾട്ട് പാക്കേജിലാണ്. ഇപ്പം നമ്മളിപ്പം ഇന്ന ഒരു ക്ലാസ്സിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ആ ക്ലാസ്സയുടെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഉടനെ നമ്മൾ ക്ലാസ് ഉള്ള പാക്കേജിൽ നിന്നും ഇമ്പോർട്ട് പാക്കേജ് നെയിം ഡോട്ട് ക്ലാസ് നെയിം ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആ ക്ലാസ് അവിടെ അവൈലബിൾ ആവും. അതിനുശേഷം അതിൻ്റെ ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ മെത്തേഡിനെ കോൾ ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ഓബ്ജക്റ്റ് ക്രിയേഷൻ എല്ലാം നടക്കുന്നത് കറണ്ട് പാക്കേജിലാണ്, ഡിഫോൾട്ട് പാക്കേജിലായിരിക്കും. അല്ലാതെയുള്ള യൂസർ ഡിഫൈൻഡ് പാക്കേജസിൻ്റെ അകത്തെല്ലാം നമ്മൾ ക്ലാസ്സുകൾ ചെയ്ത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി മാത്രമാണ് യൂസർ ഡിഫൈൻഡ് പാക്കേജസ് ഉപയോഗിക്കുന്നത്.
ഒബ്ജക്റ്റ് ക്രിയേഷനും ബാക്കി കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കറണ്ട് പാക്കേജ്, ഡിഫോൾട്ട് പാക്കേജാണ്. അതിന് പേരില്ലെന്നേ ഉള്ളൂ, ആ പാക്കേജിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇമ്പോർട്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ടു ഇമ്പോർട്ട് ക്ലാസസ് ഫ്രം പാക്കേജസ്. ഇവിടെ ഇമ്പോർട്ട് java.util.date. ഇവിടെ ഡേറ്റ് ഈസ് എ ക്ലാസ് ഇൻ ജാവ, ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഡേറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് ഉള്ളത് യൂട്ടിലിറ്റി പാക്കേജാണ്, യൂട്ടിൽ പാക്കേജ്. ഇതിൻ്റെ അകത്താണ് ക്ലാസ് ഉള്ളത്. ദിസ് പാക്കേജ് ഈസ് എ സബ് പാക്കേജ് ഓഫ് മെയിൻ പാക്കേജ് ജാവ. ഈ ഡേറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് യൂട്ടിൽ എന്ന് പറയുന്ന ഒരു പാക്കേജിൻ്റെ അകത്താണ്. ദാറ്റ് പാക്കേജ് ഈസ് എ സബ് പാക്കേജ് ഓഫ് മെയിൻ പാക്കേജ് ജാവ. അപ്പം അവരത് ചെയ്യാൻ നേരത്തെ ഡിക്ലെയർ ചെയ്തത് പാക്കേജ് java.util എന്നിട്ടാണ് ഡേറ്റ് ക്ലാസ് എഴുതിയത്. എന്നിട്ട് ആ ജാവ ഡയറക്ടറിക്കകത്ത്, യൂട്ടിൽ ഡയറക്ടറിക്കകത്താണ് അത് അവർ സേവ് ചെയ്ത് വെച്ചത്. ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുമ്പോഴും ആ ഓർഡർ ഇതാണ്. ഇമ്പോർട്ട് ശേഷം നമ്മൾ പാക്കേജ് നെയിം ഡോട്ട് ക്ലാസ് നെയിം. സബ് പാക്കേജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡറിൽ നമ്മൾ ഡോട്ട് ഇട്ട് സബ് പാക്കേജസ് കോൾ ചെയ്യുന്ന ശേഷം അതിൻ്റെ അകത്തുനിന്ന് ക്ലാസ് കോൾ ചെയ്യുന്നു. ഇവിടെ ഇമ്പോർട്ട് java.util.star, ജാവ എന്ന് പറഞ്ഞ മെയിൻ പാക്കേജിൻ്റെ ഡോട്ട് സബ് പാക്കേജായ യൂട്ടിൽ പാക്കേജിൻ്റെ അകത്തുനിന്ന് ഡേറ്റ് ക്ലാസ് നമുക്ക് ആക്സസ് ചെയ്യാം ഒന്നെങ്കിൽ. അതുപോലെ തന്നെ അടുത്ത വേറൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇമ്പോർട്ട് java.io.star, IO പാക്കേജ്. നമ്മൾ പിന്നീട് കാണാം IO സ്ട്രീംസ് ഉപയോഗിക്കുമ്പം അതിനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ IO സ്ട്രീംസിൻ്റെ ക്ലാസ്സസ് എല്ലാം IO പാക്കേജിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ജാവയിൽ 10,000 ക്ലാസ്സുകളെ അവർ പല ഡിഫറൻറ്റ് പാക്കേജസിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അപ്ലെറ്റ് പഠിക്കുമ്പോൾ അപ്ലെറ്റ് പാക്കേജ്, AWT പഠിക്കുമ്പം AWT പാക്കേജ്, നെറ്റ് പാക്കേജ്, അങ്ങനെ അനേകം പാക്കേജസ് ഉണ്ട്. 1000 പാക്കേജസ് ഉണ്ട്, ജാവയിലുണ്ട് 100 പാക്കേജസ് ഉണ്ട്. അപ്പോൾ ഈ പാക്കേജസ് എല്ലാം ജാവ എന്ന് പറഞ്ഞ മെയിൻ പാക്കേജിൻ്റെ സബ് പാക്കേജസ് ആണ്. അപ്പം ഇങ്ങനെ ഈ പല സബ് പാക്കേജസ് ആയിട്ട് സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മളിപ്പോൾ ഒരു കടയ്ക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാം ഒരു ഓർഡറിലാണ്, ഒരു അൽമാരിക്കകത്ത് ഇന്ന ഡ്രസ്സെല്ലാം ഒരു അൽമാരിക്കകത്ത്, ബുക്കെല്ലാം ഒരു അൽമാരിക്കകത്ത്, ഇങ്ങനെയെല്ലാം സൂക്ഷിച്ച് വെച്ചേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആക്സസ് ചെയ്യാൻ എളുപ്പമുണ്ട്. ക്ലാസ്സുകളെ പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഇതിന് ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ് ഉള്ള അൽമാരി ഓപ്പൺ ചെയ്താൽ മതി, ബുക്കാണെങ്കിൽ ബുക്കുള്ള അൽമാരി ഓപ്പൺ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ അതുള്ള അൽമാരി അല്ലെങ്കിൽ അതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്താൽ മതി. അല്ലാതെ എല്ലാം കൂടെ വാരി വലിച്ച് എല്ലാം കൂടെ ഒരു മുറിയിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യണമെങ്കിൽ അത് എടുക്കണമെങ്കിൽ അത്ര എളുപ്പമില്ല. അപ്പം ആക്സസ് ചെയ്യാൻ എളുപ്പം കൂടെത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സെക്യൂരിറ്റിയാണ്, നെയിം സ്പേസ് കൊളീഷൻ അവോയ്ഡ് ചെയ്യും, അതുപോലെ തന്നെ ഈ വേ ഓഫ് ആക്സസിങ് വളരെ ഈസി ആയിരിക്കും. ഇതെല്ലാം കൂടെയാണ് ഈ പറയുന്ന പാക്കേജസിൻ്റെ ഉപയോഗങ്ങൾ വരുന്നത്. അപ്പം ഇതുപോലെ 10,000 ക്ലാസ്സുകളുള്ളപ്പോൾ എല്ലാം കൂടെ ഒരു ഡയറക്ടറിക്കകത്താക്കി പാക്കേജിൻ്റെ അകത്താക്കി വെക്കുമ്പോഴത്തേക്കും ആവശ്യമുള്ളത് എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. എല്ലാ ക്ലാസ്സിൻ്റെയും പേരുകളെല്ലാം അറിഞ്ഞിരിക്കണം. പക്ഷെ ഇവിടെ നമുക്കിപ്പോൾ എല്ലാ ക്ലാസ്സിൻ്റെയും പേര് അറിയണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ഇപ്പം IO സ്ട്രീംസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് IO സ്ട്രീംസിൻ്റെ എല്ലാ ക്ലാസ്സുകളെയും നമുക്ക് വേണമെങ്കിൽ അത് മാത്രം നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. അതാണ് ഇവിടെ നോക്കിക്കേ, ഇമ്പോർട്ട് java.io.star. സ്റ്റാർ കൊടുത്താൽ ആ പാക്കേജിലെ എല്ലാ ക്ലാസ്സും ഇമ്പോർട്ട് ആകും നമുക്ക് ആവശ്യമുള്ള ഫയലിൽ. ക്ലാസ് നെയിം കൊടുത്താൽ ആ ക്ലാസ് നെയിമിൻ്റെ അതാത് പേരുള്ള ക്ലാസ്സുകൾ മാത്രമേ ഇമ്പോർട്ട് ആകത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് ആവശ്യം വന്നാൽ അവിടെ .star കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എത്ര ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു സിംഗിൾ ഫയലിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇവിടെ 4 ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം ഒരു ഫയൽ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന് ഒരേ പാക്കേജിൽ നിന്ന് 4 5 ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം അവിടെ സ്റ്റാർ കൊടുത്താൽ അതെല്ലാം അവിടെ അവൈലബിൾ ആയിക്കോളും. അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർ കൊടുക്കാം. അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇമ്പോർട്ട് java.util.date. ഇവിടെ മെയിൻ പാക്കേജ് ആയ ജാവയിൽ നിന്നും യൂട്ടിൽ എന്ന സബ് പാക്കേജിൽ നിന്നും ഡേറ്റ് ക്ലാസ്സിനെ എടുക്കുന്നു. ഇവിടെ ഇമ്പോർട്ട് ജാവ, എല്ലാം ഇമ്പോർട്ട് java. കൂട്ടിയാണ്. എല്ലാ ജാവയുടെ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സുകൾ നമ്മൾ എടുക്കണമെങ്കിൽ എല്ലാം ഇങ്ങനെയാണ്. ഇമ്പോർട്ട് java.io.star, ഇമ്പോർട്ട് java.awt.star, ഇമ്പോർട്ട് java.applet.star,
കാരണം എല്ലാം ജാവ എന്ന് പറഞ്ഞ മെയിൻ പാക്കേജിൻ്റെ സബ് പാക്കേജസിലാണ് ജാവയുടെ എല്ലാ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സുകളും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ നമ്മളതിനെ കോൾ ചെയ്യുന്നത്. ഇനി ജാവയിലുള്ള പ്രധാനപ്പെട്ട വേറെ പാക്കേജാണ് lang, LANG. This lang package contains the basic classes used to create a basic application. ഒരു ബേസിക് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഈ lang എന്ന് പറയുന്ന പാക്കേജിലാണ്, java.lang. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ജാവ പ്രോഗ്രാം നമ്മൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ, ഫോർ എക്സാമ്പിൾ സ്ട്രിങ് ക്ലാസ്, അല്ലെങ്കിൽ അതുപോലെ സിസ്റ്റം ക്ലാസ്, ഇങ്ങനെയുള്ള പല ക്ലാസ്സുകളുണ്ടാവും. ത്രെഡിങ് കാണുമ്പോൾ കാണും ത്രെഡിൻ്റെ ക്ലാസ്സുകൾ, അങ്ങനെ കുറേ ക്ലാസ്സുകളെല്ലാം ഈ lang പാക്കേജിലാണ് ഉള്ളത്. ദിസ് പാക്കേജ് ഈസ് ഇമ്പോർട്ടഡ് ഓട്ടോമാറ്റിക്കലി ബൈ ദ കമ്പൈലർ ഫോർ ഓൾ പ്രോഗ്രാംസ്. ഈ ഒരു പാക്കേജിൻ്റെ പ്രത്യേകത, ദിസ് ഈസ് ദ ഓൺലി പാക്കേജ് ദാറ്റ് വിൽ ഇമ്പോർട്ട് ഓട്ടോമാറ്റിക്കലി. തന്നെത്താൻ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒറ്റ പാക്കേജേ ഉള്ളൂ. പാക്കേജിൻ്റെ പേരാണ് java.lang. ഇത് നമ്മൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണ്ട. ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ അവിടെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൊടുത്താൽ തെറ്റൊന്നുമില്ല, പക്ഷെ കൊടുത്തില്ലെങ്കിൽ അത് അവിടെ ഇമ്പോർട്ട് ചെയ്തോളും. ഇമ്പോർട്ട് java.lang .star എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുത്ത തെറ്റല്ല, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ, അത് എഴുതിയില്ലെങ്കിൽ പോലും ഈ lang പാക്കേജ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ടായിട്ട് അവിടെ ഇമ്പോർട്ട് ചെയ്യപ്പെടും, അവൈലബിൾ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള പാക്കേജാണ് lang, java.lang. ഇനി ഇവിടെ നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു പി എന്ന് പറഞ്ഞ പാക്കേജിൻ്റെ അകത്ത് എ എന്ന് പറഞ്ഞ ക്ലാസ്. ഇനി ആ ക്ലാസ്സിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്യുവാണ്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇമ്പോർട്ട് p.a. പി എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് പാക്കേജിൻ്റെ അകത്തുനിന്ന് എ എന്ന് പറഞ്ഞ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഇമ്പോർട്ട് സ്പേസ് പാക്കേജ് നെയിം ഡോട്ട് ക്ലാസ് നെയിം. അപ്പോൾ ഇതിവിടെ സബ് പാക്കേജ് p1 അകത്തായിരുന്നെങ്കിൽ നമ്മളിവിടെ പറയും ഇമ്പോർട്ട് p.p1.a, മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പം പി പാക്കേജിൽ എ ക്ലാസ് ഇവിടെ അവൈലബിൾ ആയി. ഇനി നമുക്കതിനെ ഡയറക്റ്റ് ഉപയോഗിക്കാം. എ ക്ലാസിൻ്റെ ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക, എന്ത് വേണം ചെയ്യാം. ഇനി നമ്മുടെ ക്ലാസ് ബി പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, അതിൻ്റെ അകത്ത് എയുടെ ഓബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, എയ്ക്കകത്ത് മെത്തേഡിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പം രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. പാക്കേജ് ഡിക്ലറേഷൻ ചെയ്യുന്നു, നെയിം കൊടുക്കുന്നു. എന്നിട്ട് ഏത് ക്ലാസ്സാണോ പാക്കേജിൻ്റെ അകത്ത് ആക്കേണ്ടത് ആ ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആ ക്ലാസ് സേവ് ചെയ്യുന്ന ക്ലാസ് നെയിം ആയിരിക്കും സേവ് ചെയ്യേണ്ടത്. പാക്കേജ് നെയിമിൽ തന്നെയുള്ള ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് അവിടെ ആയിരിക്കും നമ്മൾ സേവ് ചെയ്യേണ്ടത്. ശേഷം എപ്പോൾ ആ പാക്കേജിൻ്റെ അകത്തെ ക്ലാസ്സിന് ആവശ്യം വരുന്നോ, നമ്മുടെ കറണ്ട് പാക്കേജിലായിരിക്കും നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫയൽ ഇമ്പോർട്ട് ആയിരിക്കും. ഇമ്പോർട്ട് ആദ്യം ആവശ്യമുള്ള ക്ലാസ്സിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ക്ലാസ്സിൻ്റെ ഓബ്ജക്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയോ ആ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യുകയോ ചെയ്യാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഇതാണ് പാക്കേജ് ക്രിയേഷനും പാക്കേജിൻ്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, പാക്കേജിൻ്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പാക്കേജിൻ്റെ അകത്ത് ആക്സസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ സെക്യൂരിറ്റിക്കും കൂടിയാണ് പാക്കേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് we can see the use of modifiers or access specifiers. CPP-യിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആക്സസ് സ്പെസിഫയേഴ്സ് അല്ലെങ്കിൽ മോഡിഫയേഴ്സ് എന്ന് വിളിക്കും. പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആക്സസ് സ്പെസിഫയേഴ്സ് ആണ്. They will specify the way of accessing members from a class or package. ക്ലാസ്സിൽ നിന്നോ പാക്കേജിൽ നിന്നോ ഒരു മെമ്പേഴ്സിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യാവുന്നത് എന്നുള്ള കാര്യമാണ് അത് സ്പെസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വേറെ പേരാണ് മോഡിഫയേഴ്സ്. ഇൻ ജാവ generally we use 4 types of access specifiers. പ്രധാനപ്പെട്ട ഇനിയുണ്ട്, അത് കൂടുതലുണ്ട്, പക്ഷേ ജനറലായിട്ട് ബേസിക്കായിട്ട് ഈ നാലെണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് പ്രൈവറ്റ്, രണ്ട് നോ മോഡിഫയർ.
ഇത്രയും കാലം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തതെല്ലാം നോ മോഡിഫയറാണ്, ഒന്നുമില്ല, നോ ആക്സസ് സ്പെസിഫയറാണ്. നമ്മൾ പബ്ലിക്കെന്നോ പ്രൈവറ്റെന്നോ പ്രൊട്ടക്റ്റെന്നോ ഒന്നും ഇതുവരെ ഒരു ക്ലാസ്സിനോ ഒരു മെമ്പറിനോ നമ്മൾ കൊടുത്തിട്ടുമില്ല. അല്ലാതെ എത്രയോ നമ്മൾ ചെയ്തിട്ടുള്ളവരൊക്കെ അത് ചെയ്തിരിക്കുന്നത്. അപ്പം നോ മോഡിഫയർ ഫോർമാറ്റ് ഉണ്ട്. ഇനി പ്രൊട്ടക്റ്റഡ് ഉണ്ട്, പിന്നെ പബ്ലിക് ഉണ്ട്. അപ്പോൾ ഈ 4 ആക്സസ് ടൈപ്പിലുള്ള ആക്സസ് സ്പെസിഫയേഴ്സാണ് പ്രധാനമായിട്ടും ജാവയിൽ ഉപയോഗിക്കുന്നത്. മോഡിഫയേഴ്സ് 4 എണ്ണമാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്ലാസ്സേ ഉള്ളൂ. അതായത് ഒരു പാക്കേജിൻ്റെ അകത്ത് ഒരു പാക്കേജേ ഉള്ളൂ. ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് പാക്കേജ് നമുക്ക് കൂട്ടിയാൽ മതി. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഒരു കറണ്ട് പാക്കേജിലാണെന്ന് ഞാൻ പറഞ്ഞു, ഡിഫോൾട്ട് പാക്കേജ്. അപ്പോൾ ഒരു പാക്കേജിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം നിലവിൽ അതിൻ്റെ അകത്ത് ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിൽ കൂടെ ക്ലാസ് ഇല്ല. അപ്പോൾ ഏറ്റവും ആദ്യമേ നമ്മൾ കണ്ടു ഒരു ക്ലാസ്സേ ഉള്ളൂ, അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ മെയിൻ മെത്തേഡ് എഴുതി കാര്യങ്ങൾ തീർന്നു. അപ്പം ഓബ്ജക്റ്റ് ക്രിയേഷൻ്റെയൊക്കെ മുമ്പ് നമ്മൾക്ക് ചെയ്ത ക്ലാസ്സിലാക്കി ആകെ ഒറ്റ ക്ലാസ്സേ ഉള്ളൂ. അങ്ങനെയുള്ള സമയത്ത് ആ ക്ലാസ്സിലുള്ള മെമ്പേഴ്സിനെ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്താലും ആ ക്ലാസ്സിൻ്റെ അകത്തല്ല, ആ ക്ലാസ്സിൽ തന്നെ എല്ലാം അവൈലബിൾ ആയിരിക്കും. ഒരു ക്ലാസ്സേ ഉള്ളൂ, അതിൻ്റെ അകത്ത് എങ്ങനെ ഡിക്ലെയർ ചെയ്താലും എല്ലാ മെമ്പേഴ്സും ആ ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും. മെമ്പേഴ്സിനെ പ്രൈവറ്റ് ആക്കിയാലും കൊള്ളാം, മോഡിഫയേഴ്സ് കൊടുത്തില്ലാലും കൊള്ളാം, നമ്മളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു, പ്രൊട്ടക്റ്റർ എന്ന് എഴുതിയാലും കൊള്ളാം, പബ്ലിക് എന്ന് ഡിക്ലെയർ ചെയ്താലും കൊള്ളാം. എങ്ങനെ ചെയ്താലും ഒരു ക്ലാസ്സിൽ തന്നെ ഈ പറയുന്ന എല്ലാ ടൈപ്പിലുള്ള മെമ്പേഴ്സും ആ ക്ലാസ്സിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കണ്ടു സെയിം പാക്കേജ് തന്നെ നോൺ സബ് ക്ലാസ് ആണ്. ഇൻഹെറിറ്റൻസിന് മുമ്പ് നമ്മൾ പഠിച്ചു ഒരു ക്ലാസ്സിൻ്റെ റൂം അല്ലെങ്കിൽ ബോക്സ്, നമ്മൾ ക്ലാസ് ബോക്സ് ചെയ്തു, എന്നിട്ട് ആ ബോക്സിൻ്റെ ഒബ്ജക്റ്റ് വേറൊരു ക്ലാസ്സിലുണ്ടാക്കി. പക്ഷേ ക്ലാസ് തമ്മിൽ ബന്ധമൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് മെയിൻ മെത്തേഡ് എഴുതാൻ വേണ്ടി വേറൊരു ക്ലാസ് ഉണ്ടാക്കി. അല്ല സബ് ക്ലാസ് ഒന്നും അല്ലായിരുന്നു. ഇൻഹെറിറ്റൻസ് ഒന്നും ആദ്യമേ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ളതിന് നമ്മൾ പറയുന്ന പേരാണ് സെയിം പാക്കേജ് ആണ്. അപ്പം നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് സെയിം പാക്കേജ്, കറണ്ട് പാക്കേജിലായിരുന്നു. അപ്പോൾ സെയിം പാക്കേജ് ആണ്, പക്ഷേ നോൺ സബ് ക്ലാസ്സുകളാണ്. ഇപ്പോൾ ബോക്സിൻ്റെ ഒരു ക്ലാസ് എഴുതി, ബോക്സ് ഡെമോ എന്ന് പറയുന്ന വേറൊരു ക്ലാസ് എഴുതി മെയിൻ മെത്തേഡിന് വേണ്ടിയിട്ട്. 2 ക്ലാസ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അത് സബ് ക്ലാസ് അല്ല താനും. എന്നാൽ നിങ്ങൾ രണ്ടും ചെയ്തത് നിങ്ങളുടെ കറണ്ട് പാക്കേജ് ഡിഫോൾട്ട് പാക്കേജിലാണ്. അപ്പം സെയിം പാക്കേജാണ്, പക്ഷേ രണ്ടും നോൺ സബ് ക്ലാസ്സുകളാണ്, ബന്ധവുമില്ല. അതേസമയത്ത് സെയിം പാക്കേജിൻ്റെ അകത്ത് വേണമെങ്കിൽ സബ് ക്ലാസ്സുകളും ആകാം. ഇപ്പം നമ്മൾ ഇൻഹെറിറ്റൻസ് നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ മെമ്പേഴ്സിനെ അതിൻ്റെ സബ് ക്ലാസ്സിൻ്റെ അകത്ത് അവൈലബിൾ ആകും. അപ്പം ക്ലാസ് അതിൻ്റെ സബ് ക്ലാസ് നിങ്ങൾ ചെയ്തതെല്ലാം സെയിം പാക്കേജിൽ, കറണ്ട് പാക്കേജ് ഡിഫോൾട്ട് പാക്കേജിൽ. അപ്പം നിങ്ങൾ ചെയ്ത കറണ്ട് പാക്കേജ് അല്ലെങ്കിൽ ഡിഫോൾട്ട് പാക്കേജിൻ്റെ അകത്ത് പെടുന്നതാണ് ഈ ആദ്യത്തെ 3 എണ്ണം. സെയിം ഒരു ക്ലാസ് മാത്രമുള്ളതിലും കൊള്ളാം, ഒരു ക്ലാസ്സും അതിൻ്റെ സബ് ക്ലാസ് ആണെങ്കിലും കൊള്ളാം, ഇനി ഒരു ക്ലാസ്സും സബ് ക്ലാസ് അല്ലാതെ മെയിൻ മെത്തേഡിന് വേണ്ടിയിട്ടുള്ള നോൺ സബ് ക്ലാസ് ആയിട്ടുള്ള ഒരു ക്ലാസ് നെയിം ആണെങ്കിലും കൊള്ളാം. അതെല്ലാം സെയിം പാക്കേജാണ്, നിങ്ങളുടെ കറണ്ട് പാക്കേജിലാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്ലാസ് മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെ ഡിക്ലെയർ ചെയ്താൽ ആ ക്ലാസ്സിൽ എല്ലാ മെമ്പേഴ്സും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സബ് ക്ലാസ് ആണെങ്കിൽ ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ചു പേരൻ്റ് ക്ലാസ്സിൻ്റെ സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേരൻ്റ് ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ഒന്നും ആ സബ് ക്ലാസ്സിൽ അവൈലബിൾ ആകില്ല. അപ്പം അല്ലാത്തത് എല്ലാം അവൈലബിളാണ്. അപ്പം പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു മെമ്പർ ഒരു പേരൻ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ച് എക്സ്റ്റൻസ് കീവേഡ് ഉപയോഗിച്ച് നമ്മൾ ഇൻഹെറിറ്റൻസ് നടത്തിയാലും ചൈൽഡ് ക്ലാസ്സിൽ ആ പ്രൈവറ്റ് മെമ്പർ അവൈലബിൾ ആകുകയില്ല. ബാക്കി നോ മോഡിഫയർ, നമ്മൾ ഇത്രയും കാലം നോ മോഡിഫയറാണ് ചെയ്തത്, ആ മെമ്പേഴ്സ് എല്ലാം അവൈലബിൾ ആകും. പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും അവൈലബിൾ ആകും, പബ്ലിക് ആണെങ്കിലും അവൈലബിൾ ആകും, ഒരു വിഷയവും ഇല്ല. ഇനി സെയിം പാക്കേജ് കറണ്ട് പാക്കേജ് തന്നെ നോൺ സബ് ക്ലാസ് നമ്മൾ ചെയ്തതാണ്. ഒരു ക്ലാസ് അതിൻ്റെ ഓബ്ജക്റ്റ് വേറൊരു ക്ലാസ് മെയിൻ മെത്തേഡിന് വേണ്ടി വേറെ ക്ലാസ് എഴുതുന്നു. അപ്പം 2 നോൺ സബ് ക്ലാസ്സുകളുമാണ്. അങ്ങനെയുള്ളപ്പോഴും ഇപ്പോൾ ആ ബോക്സ് നമ്മൾ ചെയ്തപ്പോൾ ബോക്സിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു മെമ്പർ പ്രൈവറ്റ് ആക്കിയിരുന്നെങ്കിൽ ആ മെമ്പറിൻ്റെ ഓബ്ജക്റ്റിനെ അവിടെ അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു ക്ലാസ്സിൻ്റെ അകത്ത് നോൺ സബ് ക്ലാസ്സിൻ്റെ അകത്ത് ആ പ്രൈവറ്റ് മെമ്പറിനെ ആക്സസ് ചെയ്യാൻ പറ്റാതെ വന്നേനെ. നോ മോഡിഫയറിലാണ് നമ്മൾ ചെയ്ത, ഒരു വിഷയമില്ല. പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും കുഴപ്പമില്ല, അവൈലബിൾ ആണ്, പബ്ലിക് ആണെങ്കിലും അവൈലബിൾ ആണ്. ഇനിയാണ് നമ്മുടെ ഇന്ന് കണ്ട പാക്കേജ് ക്രിയേഷൻ വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡിഫറെൻറ്റ് പാക്കേജാണ്.
അപ്പം ഡിഫറെൻറ്റ് പാക്കേജസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാക്കേജ്, യൂസർ ഡിഫൈൻഡ് പാക്കേജ്, അതിനുശേഷം അതിൻ്റെ അകത്തെ ക്ലാസ്സുകളെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കറണ്ട് പാക്കേജിൽ, ഡിഫോൾട്ട് പാക്കേജിൽ. അപ്പോൾ 2 പാക്കേജസ് ആയി. ഒന്ന് നമ്മുടെ യൂസർ ഡിഫൈൻഡ് പാക്കേജസ്, ക്ലാസ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ആ ക്ലാസ്സിനെ പാക്കേജിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് മെയിൻ മെത്തേഡൊക്കെ ഉള്ള നമ്മുടെ കറണ്ട് പാക്കേജിൻ്റെ അകത്തുള്ളൊരു ക്ലാസ്സിൽ. അപ്പോൾ 2 പാക്കേജ് ഉപയോഗിക്കുന്നു. ഇങ്ങനെ വരുമ്പോഴും നമുക്ക് വേണമെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സബ് ക്ലാസ് ആകാം, അല്ലെങ്കിൽ നോൺ സബ് ക്ലാസ് ആയിരിക്കാം. ഇപ്പം ഇവിടെ ഇമ്പോർട്ട് p.a ക്ലാസ് ബി, ഇപ്പം ഇത് നോൺ സബ് ക്ലാസ്സാണ്, എയുടെ സബ് ക്ലാസ് ഒന്നും അല്ല ഇത്. വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാം, ക്ലാസ് ബി എക്സ്റ്റെൻസ് എ ഇമ്പോർട്ട് ചെയ്യുന്നു, അതിനുശേഷം ക്ലാസ് ബി എനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പം എന്ത് സംഭവിച്ചു? പാക്കേജ് ഡിഫറൻ്റ് ആണ്, പക്ഷേ ബി എന്ന് പറയുന്നത് എ ക്ലാസിൻ്റെ സബ് ക്ലാസ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം ഡിഫറെൻറ്റ് പാക്കേജ് ആണ്, പക്ഷേ സബ് ക്ലാസ് ആണ്. ഇപ്പം സബ് ക്ലാസ് അല്ല. സബ് ക്ലാസ് ആണെങ്കിൽ പ്രൈവറ്റ് മെമ്പർ ഒന്നും കിട്ടത്തില്ല, ഏതാണില്ല, അത് ആ സെയിം ക്ലാസ് മാത്രമേ കിട്ടത്തുള്ളൂ, വേറെ എങ്ങും കിട്ടുകയില്ല. നോ മോഡിഫയർ ഫോർമാറ്റിൽ വെച്ചാലും പാക്കേജ് ഡിഫറൻ്റ് ആണെങ്കിൽ മെമ്പേഴ്സിന് അവൈലബിൾ ആകുകയില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാക്കേജ് യൂസർ ഡിഫൈൻഡ് പാക്കേജിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാക്കേജ് ഡിഫറൻ്റ് ആയിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് മെമ്പേഴ്സും അവൈലബിൾ ആകുകയില്ല, നോ മോഡിഫയർ ഫോർമാറ്റിനും അവൈലബിൾ ആകുകയില്ല. ആകുന്നത് സബ് ക്ലാസ് ആണെങ്കിൽ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആണെങ്കിൽ സബ് ക്ലാസിൻ്റെ അകത്ത് അവൈലബിൾ ആകും, പബ്ലിക്കിൻ്റെ അകത്തും അവൈലബിൾ ആകും. പബ്ലിക് ആണെങ്കിലും അവൈലബിൾ ആകും. സബ് ക്ലാസിൻ്റെ അകത്ത് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സും അവൈലബിൾ ആകും, പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്ത മെമ്പേഴ്സും അവൈലബിൾ ആകും. പക്ഷേ നോൺ സബ് ക്ലാസ് ആണെങ്കിൽ, അതായത് ഇവിടെ ഇപ്പം നോൺ സബ് ക്ലാസ്സാണ്, ഇവിടെ നോക്കിക്കേ, പി എന്ന് പറഞ്ഞ പാക്കേജ് വേറെയാണ്, ക്ലാസ് ബി ചെയ്തേക്കുന്ന പാക്കേജ് കറണ്ട് പാക്കേജ്, രണ്ട് പാക്കേജാണ്. എയുടെ പി പാക്കേജിൻ്റെ അകത്ത് എ ക്ലാസിൻ്റെ സബ് ക്ലാസ് അല്ല നിലവിൽ, അപ്പം ഡിഫറെൻറ്റ് പാക്കേജാണ്, നോൺ സബ് ക്ലാസ്സുമാണ്. ഇങ്ങനെ ഉള്ള അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈവറ്റ് മെമ്പേഴ്സ് ഒരിക്കലും കിട്ടിയല്ല, നോ മോഡിഫയർ കിട്ടിയല്ല, പ്രൊട്ടക്റ്റഡും കിട്ടിയല്ല, പിന്നെ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്താൽ മാത്രമേ നമുക്ക് മെമ്പേഴ്സിനെ ഇവിടെ അവൈലബിൾ ആകത്തുള്ളൂ. അതായത് എ ക്ലാസിൻ്റെ മെമ്പേഴ്സ് എല്ലാം പബ്ലിക് ആണെങ്കിൽ മാത്രമേ ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ ബി ക്ലാസ്സിനകത്ത് അവൈലബിൾ ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പാക്കേജസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പാക്കേജിൻ്റെ അകത്ത് നമ്മൾ ചെയ്തു വെക്കുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലാസ് ചെയ്യുമ്പോൾ ആ ക്ലാസ് ഷുഡ് ബി പബ്ലിക്, ക്ലാസ് പബ്ലിക് ആയിരിക്കണം, പബ്ലിക്കായിട്ട് വേണം അതിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യാനായിട്ട്, ഒരു പാക്കേജിൻ്റെ അകത്താക്കി വെക്കും. കാരണം ഇത് വേറൊരു പാക്കേജിൻ്റെ അകത്ത് ഈ ക്ലാസ് അവൈലബിൾ ആകണമെങ്കിൽ ദിസ് ഷുഡ് ബി പബ്ലിക്. ആ ക്ലാസ്സിൻ്റെ അകത്ത് ക്ലാസ് മാത്രം പോരാ, ക്ലാസ്സിൻ്റെ അകത്തെ കൺസ്ട്രക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ആ കൺസ്ട്രക്ടർ പബ്ലിക് ആക്കണം. എത്ര മെത്തേഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അത്ര മെത്തേഡ്സും പബ്ലിക് ആയിരിക്കണം. അപ്പോൾ ഒരു പാക്കേജിൻ്റെ അകത്ത് നമ്മൾ ചെയ്തു വെക്കുന്ന ക്ലാസ് പബ്ലിക് ആയിരിക്കണം, കൺസ്ട്രക്ടർ പബ്ലിക് ആയിരിക്കണം, അതിൻ്റെ അകത്തെ ക്ലാസ്സിനകത്തെ എല്ലാ മെത്തേഡ്സും പബ്ലിക് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഡിഫോൾട്ട് പാക്കേജിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഇത് വേറെ ഫയലാകട്ടോ, ഇത് വേറെ ഫയൽ ഒന്നിച്ചിവിടെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ പാക്കേജ് p1 സബ് പാക്കേജ് ഉണ്ടാക്കി A1 ക്ലാസ് ഡിക്ലെയർ ചെയ്തു. ക്ലാസ് നോക്കിക്കേ, പബ്ലിക്കാണ്, പബ്ലിക് ക്ലാസ് A1. വോയിഡ് പബ്ലിക്കാണ്, പബ്ലിക് വോയിഡ് വ്യൂ. ഇവിടെ കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ അതും ദാറ്റ് ഷുഡ് ബി ഓൾസോ പബ്ലിക്, അതും പബ്ലിക് ആയിരിക്കണം. എങ്കിലും മാത്രമേ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കറണ്ട് പാക്കേജിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ p.1.a1 പിക്കകത്ത് p1 ഡയറക്ടറിക്കകത്ത് A1 എന്ന ക്ലാസ്സിന് ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം യാതൊരു ബന്ധമില്ലാത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, ക്ലാസ് ബി മെയിൻ മെത്തേഡ് എഴുതുന്നു, എയുടെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പ്രശ്നമൊന്നുമില്ല, കാരണം എന്താണ്? ബിക്കോസ് ഓൾ മെമ്പേഴ്സ് ഓഫ് ക്ലാസ് എ ആർ പബ്ലിക്. ഇപ്പം പബ്ലിക്കാണ്, ക്ലാസ് പബ്ലിക്കാണ്, മെത്തേഡ്സും പബ്ലിക്കാണ്. അപ്പം അങ്ങനെ പബ്ലിക് ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ അവൈലബിൾ ആകത്തുള്ളൂ, ഇല്ലെങ്കിൽ എറർ കാണിക്കും.